ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം OBC മോർച്ചയെ ഏൽപ്പിച്ചുവെന്ന് ആരോപിച്ച് BJPയിൽ പൊട്ടിത്തെറിയെന്ന വാർത്ത വരുന്നു. BJP സങ്കുചിത രാഷ്ട്രീയ പാർട്ടിയെന്ന് ആരോപിച്ച ദേശീയ കൌൺസിൽ അംഗവും SNDP യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ KA ബാഹുലയൻ രാജിവെച്ചു. വെള്ളാപ്പള്ളി നടേശനും TP സെൻകുമാറും BJP വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന പാർട്ടിയാണ് BJP എന്നായിരുന്നു PK കൃഷ്ണദാസിന്റെ ഇതിലുള്ള പ്രതികരണം. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഗുരുജയന്തി ആഘോഷം OBC മോർച്ചയെ ഏൽപ്പിച്ചതിൽ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു. TP സെൻകുമാർ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചു. ഇപ്പോഴത്തെ ഒരാൾ SNDP യോഗം ജനറൽ സെക്രട്ടറി, താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള KA ബാഹുലയൻ, അദ്ദേഹം ദേശീയ കൌൺസിൽ അംഗം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. BJPയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാണോ ഇപ്പോൾ? PK കൃഷ്ണദാസ് ഉൾപ്പെടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. വിനിത, അസാധാരണമായൊരു വിവാദമാണ് BJPയിൽ ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെയാണെങ്കിൽ ഗുരുജയന്തി ദിനത്തിൽ BJP ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി കാവ്യ ഉടുപ്പിക്കുന്നു എന്നൊരാരോപണവും വിവാദവുമാണ് ഉണ്ടാവാറുണ്ടായിരുന്നത്. ഇത്തവണ ഈ വിവാദത്തിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. BJPക്കകത്ത് ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം കുറയുന്നു. പ്രത്യേകിച്ച് K സുരേന്ദ്രൻ മാറി നിൽക്കുന്നു, V മുരളീധരൻ ഭാരവാഹിത്വത്തിൽ ഇല്ല. അങ്ങനെ ഒരു ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം BJPക്കകത്ത് കുറയുന്നു എന്നുള്ള ഒരു വിമർശനം ഉയർന്ന ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷം BJPയുടെ പോഷക സംഘടനയായ OBC മോർച്ചയെ ഏൽപ്പിക്കുന്നതിനെതിരെ ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്ന മട്ടിൽ സെൻകുമാർ ഇന്നലെ ഒരു വിമർശനം ഉന്നയിക്കുന്നു. സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഇന്ന് രാവിലെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗവും SNDPയുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ KA ബാഹുലയൻ BJP വിടുകയും ചെയ്യുന്നു. BJP ഒരു സങ്കുചിത രാഷ്ട്രീയം കളിക്കുന്നു, OBC മോർച്ച പോലെ ഈഴവ പോഷക സംഘടനയെ ഏൽപ്പിക്കേണ്ടതല്ല ഈ ഗുരുജയന്തി ദിനം എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ബാഹുലയൻ പാർട്ടി വിട്ടുപോകുന്നത്. നേരത്തെ CPI-കാരനായിരുന്നു ബാഹുലയൻ, പിന്നീട് BJPയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം BJP വിടുന്നു. അതും ഈ പറയുന്ന OBC മോർച്ചയെ ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷം ഏൽപ്പിച്ചു എന്ന മട്ടിലാണ്. ഇതിന് BJP ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ല. എന്നാൽ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, BJP എല്ലാ വർഷവും ഗുരുജയന്തി ആഘോഷിക്കാറുണ്ട്, ഈ വർഷവും അത് ആഘോഷിക്കും. എല്ലാ BJP ഓഫീസുകളിലും പുഷ്പാർച്ചനയും ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഗുരുദേവന്റെ ആദർശങ്ങൾ പിൻപറ്റുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഗുരുനാഥൻ ഒരു ഹിന്ദു സന്യാസിയും നവോത്ഥാന നായകനും എന്ന മട്ടിലും മാനവികതയ്ക്ക് ഊന്നൽ നൽകിയ അദ്വൈതി എന്ന മട്ടിലും അദ്ദേഹത്തെ പിൻപറ്റുന്ന പാർട്ടിയാണ് BJP എന്നുള്ളതാണ് PK കൃഷ്ണദാസ് ഇതിന് മറുപടി നൽകിയത്. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകുന്നു. ഏതായാലും OBC മോർച്ചയെ ഗുരുജയന്തി ആഘോഷം ഏൽപ്പിച്ചതിലുള്ള അതൃപ്തി പല കോണുകളിൽ നിന്നായി BJPയിൽ ഉയരുന്നു എന്നതാണ് വസ്തുത. VS രഞ്ജിത്ത് വിശദാംശങ്ങൾ നൽകിയിരുന്നു. നമുക്ക്